വില്ലേജ് എല്ലാം തോന്നുന്നു. വില്ലേജും എല്ലാം കിട്ടണേ, വില്ലേജും എല്ലാം കിട്ടണേ. കിട്ടുന്നുണ്ടല്ലോ. വില്ലേജ് കിട്ടണേ. എന്നോട് മാത്രം ചോദിച്ചു അത് എന്താണ് ഇന്ത്യക്കാർക്ക് അറിയാതെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇന്ത്യക്കാർക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പാടില്ലേ? അതെനിക്ക് ഇൻസൾട്ട് ആയിപ്പോയി. കാരണം ഇവിടെ നിന്ന് വേറെ ആരോടും ചോദിച്ചില്ല, എന്നെ പറയുന്നത് നിന്നവരോട് ചോദിച്ചില്ല, എന്നോട് മാത്രം അത് ചോദിച്ചു. അതെനിക്ക് ഭയങ്കര വിഷമമായി. നോക്കട്ടെ വില്ലേജ് ഉണ്ടോന്ന്. വില്ലേജ് ഉണ്ടോ നോക്കട്ടെ. എന്ത് ചെയ്യേ, വില്ലേജൊക്കെ എവിടെ പോയി? വില്ലേജ് വെള്ളത്തിൽ മുങ്ങിപ്പോയോ? നോക്കട്ടെ, നോക്കി ഞാൻ ഇതിൽ അന്ധകാരത്തിൽ മിക്കവാറും എനിക്ക് ഒരു സീറ്റ് പോലും വേറെ സെലക്ട് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ഫ്ലൈറ്റ് ആണ്. വെൽക്കം ബാക്ക് അഗെയിൻ ടു എമിറേറ്റ്സ് 380 വിമാനം. 16K. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഫെയർസ് നമ്മളതൊക്കെ ചോദിച്ചത്. ഹലോ, ഇതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത്. 16K. നോക്കട്ടെ ഗൈസ്. ഒരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തുള്ളിച്ചാടും ഗൈസ്. മലപ്രദേശങ്ങളിൽ പോയി നോക്കിയാൽ മിക്കവാറും കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗൈസ് നോക്കട്ടെ ഗൈസ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ വില്ലേജുകൾ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എന്നാണ് എൻ്റെ ഇത്. നോക്കട്ടെ. കിട്ടണേ. നോക്കട്ടെ. ഞാൻ വില്ലേജ് കിട്ടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ വില്ലേജ് കിട്ടുന്നില്ല. വില്ലേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും വില്ലേജ് കാണും. ഇപ്പോൾ ഈ വീഡിയോ എൻ്റെ ചെയ്യാണ്. അതിന് മുന്നേ ഞാനൊരു ആടിനെ എടുത്ത് ഇവിടെ ഒന്ന് സെറ്റിലാക്കി. രണ്ട് മൂന്ന് ആടിനെ എടുത്ത് കൂട്ടിലെങ്ങാണ് ഇടാം. എന്തായാലും ഞാൻ ഇത് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ബോർഡിടാം ഗൈസ്. ഇത് ക്രിയേറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഗൈസ് പറ്റുന്നത്.
ഗൈസ്. ഞാൻ എന്താണ്ട് കൂടുണ്ടാക്കി പശുവിനെയും ഒരാടിനെയും ഇടാൻ പോവാണ്. ഗൈസ്, ഷീപ്പ് കിട്ടി. ഒരു കവ് എടുത്ത് ഗൈസ്, ഒരു സ്പൂൺ കവ് എടുത്ത് ഗൈസ്. അപ്പം ഞാൻ ഈ വീഡിയോ വേണ്ടി പോയാണ്. വില്ലേജ് കിട്ടി കഴിഞ്ഞാൽ ഒരു വ്ളോഗ് ചെയ്യുന്നതാണ് ഗൈസ്. ബൈ.